പ്രധാനമന്ത്രി പദത്തിൽ നിന്നും നരേന്ദ്രമോദി വിരമിക്കാൻ പോവുകയാണോ? RSS നേതാവ് മോഹൻ ഭാഗവതിന്റെ പരാമർശങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? സംഭവം എന്താണെന്ന് വെച്ചാൽ 2025 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 75ാം ജന്മദിനത്തിനോട് അടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. നിലവിലെ ഗതിയിൽ 75 വയസ്സിന് ശേഷം നേതാക്കളെ വിരമിപ്പിക്കുന്ന ഒരു അനൗപചാരിക രീതി BJP പിന്തുടർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ നിയമം മോദിക്ക് ബാധകമാകുമോ? അതായത് ഈ വരുന്ന സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി മോദി വിരമിക്കുമോ? വിരമിച്ചാൽ ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി? മാർച്ച് 30-ന് നാഗ്പൂരിലെ RSS ആസ്ഥാനം സന്ദർശിച്ചതിന് ശേഷമാണ് മോദിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത്. തൊട്ടു പിന്നാലെ ശിവസേന MP ആയ സഞ്ജയ് റാവത്ത് 75 വയസ്സ് തികയുന്നതിന് മുമ്പ് വിരമിക്കൽ അപേക്ഷ എഴുതാനായി മോദി അവിടെ പോയതാണെന്ന് ഒരവസരത്തിൽ പറയുകയും ഉണ്ടായി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു പിൻഗാമിയെയാണ് RSS അടുത്ത പ്രധാനമന്ത്രിയായി പരിഗണിക്കുന്നത് എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. ഇതോടെ മോദി ഈ വർഷം സ്ഥാനമൊഴിയും എന്ന രീതിയിൽ വ്യാപകമായ ചർച്ചകൾക്ക് കാരണമായി. പിന്നാലെ വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഇത് ഇത്ര വലിയൊരു വിഷയമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാൽ 2014-ൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം 75 വയസ്സ് കഴിഞ്ഞ നിരവധി മുതിർന്ന നേതാക്കളെ BJP മാറ്റി നിർത്തിയിരുന്നു. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉപദേശക സമിതിയായ മാർഗദർശക് മണ്ഡലത്തിലേക്ക് സ്ഥലം മാറിയതൊക്കെ ഈ കാരണം കൊണ്ടാണ്. ആനന്ദബെൻ പട്ടേലിന്റെയും നജ്മ ഹെപ്തുള്ളയുടെയും കാര്യത്തിലും സമാനമായ പ്രവണതകളാണ് കണ്ടത്. ഇരുവരും 75ാമത്തെ വയസ്സിൽ സ്ഥാനമൊഴിഞ്ഞവരാണ്. 2019-ൽ 75 വയസ്സിന് മുകളിലുള്ളവരെ പാർട്ടി സ്ഥാനാർത്ഥികളാക്കില്ലെന്ന് വരെ അമിത്ഷാ പരസ്യമായി പറഞ്ഞതാണ്. ഇതുകൊണ്ടൊക്കെയാണ് മോദിയുടെ കാര്യത്തിൽ 75 വയസ്സായപ്പോൾ ഇങ്ങനെ ഒരു വിഷയം പൊങ്ങി വന്നത്. സുമിത്ര മഹാജൻ, ഹുകുംദേവ്, നാരായൺ യാദവ് തുടങ്ങിയ നേതാക്കളൊക്കെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം വരെ കയ്യിൽ നിന്നും പോയവരാണ്. 2024-ൽ റീത്ത ബഹുഗുണ ജോഷിക്കും സന്തോഷ് ഗാംഗ്വാറിനും ഇതേ വിധിയാണ് നേരിട്ടത്. എന്നാൽ ഇത് വാക്കാൽ പറഞ്ഞ ഒരു നിയമം മാത്രമാണ്, അഥവാ അലിഖിത നിയമം. എവിടെയും എഴുതി വച്ചിട്ടില്ല. BJPയുടെ നിയമസംഹിതയിൽ പ്രായം അടിസ്ഥാനമാക്കിയുള്ള വിരമിക്കൽ നയത്തെക്കുറിച്ച് പരാമർശമേ ഇല്ല. ഇത് ഓരോ കേസിലും പ്രയോഗിക്കാവുന്ന ഒരു വഴക്കമുള്ള രീതിയാണ്. അതേസമയം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരികയാണെങ്കിൽ ആർട്ടിക്കിൾ 84 പ്രകാരം ലോക്സഭയിലേക്ക് അപേക്ഷിക്കുന്നതിന് 25-ഉം രാജ്യസഭയിലേക്ക് അപേക്ഷിക്കുന്നതിന് 30 വയസ്സും മാത്രമേ കുറഞ്ഞ പ്രായപരിധിയായി നിശ്ചയിച്ചിട്ടുള്ളൂ. ഇന്ത്യയിൽ രാഷ്ട്രീയ പദവികൾ വഹിക്കുന്നതിന് പരമാവധി പ്രായപരിധി എന്നൊന്നില്ല. അതുകൊണ്ടാണ് 84 വയസ്സുള്ള ശരത് പവാറും 82 വയസ്സുള്ള മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെ നിരവധി പ്രമുഖ രാഷ്ട്രീയക്കാർ സ്വാധീനമുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിലും പ്രായാധിഷ്ഠിത നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇപ്പോൾ 81 വയസ്സുള്ള ജോ ബൈഡൻ അടുത്ത കാലം വരെ US-ൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് ശ്രമിച്ചിരുന്നു. 78 വയസ്സുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുന്നണി സ്ഥാനാർത്ഥിയായതും അതുപോലെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റും. രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ റഷീദ് കിദ്വായിയുടെ അഭിപ്രായത്തിൽ RSS മോദിയെ മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി സൂചനയില്ലായിരുന്നു. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്നും മറ്റുള്ളവർക്ക് അവസരം നൽകണമെന്നും RSS മേധാവിയായ മോഹൻ ഭാഗവത് തന്നെ പറയുമ്പോൾ RSSും മോദിക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരെ മറിച്ച് BJP ആകട്ടെ അദ്ദേഹത്തെ ഏറ്റവും ശക്തമായ വോട്ട് നേടുന്നയാളായിട്ടാണ് കാണുന്നത്. അഥവാ മോദി എന്നൊരു ബ്രാൻഡാണ്. ഇന്ന് BJPക്ക് കേരളത്തിലടക്കം വോട്ടിംഗ് ശതമാനം കൂടുന്നതിന്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് മോദിയാണ്. ലോകമൊട്ടുക്കെ തന്നെ ഇന്ന് മോദിക്കൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനമുണ്ട്. അപ്പൊ BJP അദ്ദേഹത്തെ അങ്ങനെയൊന്നും തള്ളി പറയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം അമിത്ഷാ, യോഗി ആദിത്യനാഥ്, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കളെയൊക്കെ BJP പലപ്പോഴും മോദിയുടെ പിൻഗാമികളായി പരാമർശിക്കാറുണ്ട്. RSS അല്ല. എന്നാൽ മിക്ക വിശകലന വിദഗ്ധരും പറയുന്നത് എന്താണെന്നാൽ മോദി സജീവമായിരിക്കുന്നിടത്തോളം കാലം BJPയിലെ മറ്റൊരു നേതാവിനും രാജ്യവ്യാപകമായി ഇത്രയും ജനപ്രീതി ലഭിക്കില്ല എന്നാണ്. 2029-ലെ തിരഞ്ഞെടുപ്പ് മോദിയുടെ നേതൃത്വത്തിലായിരിക്കുമെന്നാണ് നിരവധി മുതിർന്ന BJP നേതാക്കൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞത്. 2024 മെയ് മാസത്തിൽ ഒരു അഭിമുഖത്തിൽ രാജ്നാഥ് സിംഗ് തന്നെ ഇതേ കാര്യം പറയുന്നുണ്ട്. BJP അധ്യക്ഷനായിരുന്ന JP നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതേ അഭിപ്രായത്തെ ആവർത്തിച്ചവരാണ്. 2024 ഓഗസ്റ്റിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ പ്രധാനമന്ത്രി മോദി ഇപ്രകാരം പറയുന്നു. അതായത് ഇത് 5ാമത്തെ പതിപ്പാണ്, 10ാം പതിപ്പിനും ഞാൻ വരും. 2029-ന് ശേഷം രാഷ്ട്രീയമായി സജീവമായി തുടരാനുള്ള അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിന്റെ സൂചനയായിട്ടാണ് ഈ ഒരു വാക്യത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയെ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് മോദി തകർക്കുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്.
അതേസമയം ഈ 75 വയസ്സ് വരെ തുടരാവൂ എന്ന അലിഖിത നിയമം ഇതിനു മുമ്പ് പലപ്പോഴും തെറ്റിയിട്ടുമുണ്ട്. 2022 കർണാടകയിലെ ലിംഗായത്ത വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയത് കൊണ്ട് തന്നെ അന്ന് 79 വയസ്സുള്ള BS യെദ്യൂരപ്പയെ BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ മധ്യപ്രദേശിലെ ദളിത് വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് 76-കാരനായ സത്യനാരായണ ജതിയെ കൊണ്ടുവന്നു. ഗുജറാത്ത് MP നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 75 വയസ്സിന് മുകളിലുള്ള സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോഹൻ ഭാഗവതിന്റെ വിമർശനം കൊണ്ടൊന്നും മോദി വിരമിക്കും എന്ന് തോന്നുന്നില്ല. അത്തരത്തിൽ വിരമിച്ചാൽ തന്നെ ഒരുപക്ഷെ ഇന്നത്തെ BJPയുടെ സകല പവറും കയ്യിൽ നിന്ന് പോകും. ഈ അടുത്ത് അമിത്ഷാ 2026 കേരളത്തിൽ BJP വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ 2026 സംഭവിക്കില്ല. പക്ഷേ അന്ന് BJPയുടെ വോട്ടിംഗ് നിരക്കിലെ വ്യത്യാസം കേരള രാഷ്ട്രീയത്തെ ഒന്ന് പിടിച്ചു കുലുക്കും. അതിനൊക്കെ ഒരൊറ്റ കാരണം മോദിയാണ്. ഇവിടെ ആരൊക്കെ രാഷ്ട്രീയ എതിർപ്പുകൾ കൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഈ കേരളത്തിലടക്കം അങ്ങനെ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റേഞ്ച് രാഷ്ട്രീയ കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചു തീരും. ഇത് രാഷ്ട്രീയ താല്പര്യം കൊണ്ടല്ല, ഉള്ളത് പറയണല്ലോ. മോദിയെ പോലെ തന്നെ കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ സ്വാധീനം ചെലുത്തിയ ചില മനുഷ്യന്മാരാണ് VS-ഉം ഉമ്മൻചാണ്ടിയും ഒക്കെ. എന്തായാലും മോദിയിലേക്ക് തിരിച്ചു വരുമ്പോൾ BJP മോദിയെ കാണുന്നത് വെറുമൊരു നേതാവായിട്ടല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ തുടർന്നും നൽകുന്ന ഒരു ബ്രാൻഡ് ആയിട്ടാണ്. മോദിയെ കൂടാതെ ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന ഒരു ഏകീകൃത മുഖം ഇന്ന് BJPക്കില്ല. പിന്തുടർച്ചയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ തുടരും എങ്കിലും BJP തീർച്ചയായും ഉടനെ ഒരു നേതൃമാറ്റത്തിന് തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്. കുറഞ്ഞത് 2029 വരെയെങ്കിലും ഇങ്ങനെ തന്നെ പോകും. എന്തായാലും മോദിയുടെ ഈ ഒരു തുടർച്ചയെക്കുറിച്ചും മോദിയുടെ ഈ 75 വയസ്സിലെ സ്ഥാനമാറ്റത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മോദി മാറണമെന്നാണോ, അതോ മോദി പുതിയ നേതാക്കൾക്ക് വഴിമാറി കൊടുക്കണമെന്നാണോ, അല്ലെങ്കിൽ മോദി തന്നെ ഇവിടെ നിലയുറപ്പിക്കണമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും അത് കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.